ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി ഐറ്റം ചിക്കൻ റെസിപ്പി നോക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അത് സ്റ്റൗവിലൊരു പാനൊക്കെ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്കൊരു 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്. അത് കുറച്ച് ഉപ്പും ചേർത്ത് കണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളൊക്കെ നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാളൊക്കെ നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് തുറന്നും കണ്ട് ഇടവിട്ട് നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ചിക്കനിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇനി ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. നല്ല എരിവുള്ള മുളകും പൊടിയാണ്. അതുകൊണ്ട് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതിൽ ചിക്കനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഏകദേശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഈ ഒരു മുളകും പൊടി എല്ലാ ഭാഗത്തും ചിക്കനിലെ വിധം ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കനിലേക്കുള്ള മസാലകളല്ലാതെ ഒരുമിച്ചല്ല കേട്ടോ ഇട്ട് കൊടുക്കുന്ന, ഓരോ പ്രാവശ്യമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ അതിൽ നിന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ക്യാപ്സിക്കം ഒന്ന് ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് പകരം നമ്മൾ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് ഇതുപോലെ എരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കനൊക്കെ ഏകദേശം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.